മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ ഇറാനെ തവിട് പൊടിയാക്കുമെന്ന് പറയുകയാണ് ഇസ്രായേൽ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ നന്നായി പേടിക്കുന്നുണ്ട് ഇറാൻ. പക്ഷെ ആ പേടി പുറത്ത് കാണിക്കാതെ ഇറാൻ്റെ പരമോന്നത നേതാവ് എന്ന് പറയുന്ന ആയത്തുള്ള അലി ഖമേനെയി ചില പ്രസ്താവനകൾ നടത്തുന്നു. ഇനി ആയിരിക്കും ഞങ്ങളുടെ തിരിച്ചടി. ആ തിരിച്ചടിയിൽ നിങ്ങൾ പതറിപ്പോകും, ഭയപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കൂ, ഞങ്ങളിതാ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. സൈനിക മേധാവിയെ ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെ പുതിയ നിയമങ്ങൾ നടത്തി ഇറാൻ കമാൻഡർ ഇൻ ചീഫ് ആയത്തുള്ള സയ്യിദ് അലി ഖമനേയി. ഇസ്രായേൽ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫായി മേജർ ജനറൽ അമീദ് ഹദമാനിയെ നിയമിച്ചു. 2013-2021 കാലയളവിൽ ഇറാൻ്റെ പ്രതിരോധ മന്ത്രിയെ സേവനമനുഷ്ഠിച്ചിരുന്ന ആളാണ് ഹദാമി ഹുദാവു എന്നാണ് കണ്ടറിയേണ്ടത്. കമാൻഡർ ഇൻ ചീഫായി ഹദാമിയെ നിയമിച്ചതായി അറിയിക്കുന്ന കുറിപ്പിൽ ഖമനേയി പുറപ്പെടുവിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: JRCയുടെ കമാൻഡർ ഇൻ ചീഫായി മേജർ ജനറൽ മുഹമ്മദ് പാക്പോറിനെ നിയമിച്ചിട്ടുണ്ട്. നേരത്തെ ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയും ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹൊസൈൻ സലാമിയും കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ തലസ്ഥാനമായ തെൽ അവീവ് ലക്ഷ്യമാക്കിയാണ് ഇറാൻ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന് പിന്തുണയുമായി ഹൂതികൾ തൊട്ടടുത്ത മിസൈൽ ഇസ്രായേലിലെ ഹൈബോണിൽ പതിപ്പിച്ചു. ജനങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറണമെന്നും വ്യക്തമായ നിർദ്ദേശം ലഭിക്കാതെ പുറത്തിറങ്ങാൻ പാടില്ല എന്നും ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് വിവരം. ഇറാനെതിരെ അർദ്ധരാത്രിയോടെയാണ് വീണ്ടും IDF ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങൾ നടന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമായതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. പടിഞ്ഞാറൻ ടെഹ്റാൻ, കരാച്ച് എന്നിവിടങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു പുതിയ ആക്രമണങ്ങൾ. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ചുരുങ്ങിയത് 78 പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം പറയുന്നത്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ അടി ഉണ്ടാകാം. ഇസ്രായേൽ പിഴുതെടുത്ത് ഇറാനെ എറിയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്നാലും ഇറാന് എന്താ പറയുക, അഹങ്കാരത്തിനൊട്ടും കുറവില്ലെന്നാണ് പറയുന്നത്. പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഒരു തെമ്മാടി രാജ്യമാണ് ഇസ്രായേലെങ്കിൽ അതിൽ മൂത്ത തെമ്മാടിയാണ് ഇറാൻ. എന്താണ് ഇവന്മാർ മതം വച്ചിങ്ങനെ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത ഭീകരതയെ വച്ച് വളർത്തുന്ന ഒരു രാജ്യം. അതുപോലൊരു തെമ്മാടി രാജ്യം, തെമ്മാടികളുടെ രാജാവെന്ന് വേണമെങ്കിൽ ഇറാനെ വിളിക്കാം. ഇപ്പോൾ ഇറാൻ്റെ ഒരു പുതിയ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇസ്രായേലിനെ സഹായിച്ചാൽ നീ ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്നാണ്. അതായത് ബ്രിട്ടനും ഫ്രാൻസിനും US-നുമാണ് ഇറാൻ്റെ മുന്നറിയിപ്പ്. ഇസ്രായേലിലേക്ക് തൊടുത്തുവിടാൻ ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും തടയാൻ സഹായിച്ചാൽ അവരുടെ സൈനിക താവളങ്ങളും കപ്പലുകളും ആക്രമിക്കുമെന്നാണ് ഇറാൻ, അമേരിക്ക, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ടെഹ്റാൻ ആണവ പദ്ധതിയെ ചൊല്ലി ഇതിനകം തന്നെ രക്തരൂക്ഷിതമായ യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കുമെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കിയത്. ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ US സഹായിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. മിസൈലുകളും ഇസ്രായേലിനെ സമീപിക്കുമ്പോൾ വെടിവെച്ച് വീഴ്ത്താൻ US സൈന്യം ഇതിനകം സഹായിച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ച് വാർത്താ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവരികയും ചെയ്തിരുന്നു. ഇറാനിയൻ പ്രതികാര നടപടിയിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ തൻ്റെ രാജ്യം സഹായിക്കുമെന്ന് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാൽ UK സർക്കാർ മാത്രമാണ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. സംഘർഷം ലഘൂകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ തങ്ങൾ ഇസ്രായേലിന് ഒരു സൈനിക സഹായവും നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. ഇസ്രായേലിന് നേരെ തൊടുത്തവിട്ട മിക്ക മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യമെത്തുന്നതിന് മുൻപ് തടയപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രതിരോധത്തിനുള്ള പാശ്ചാത്യ പിന്തുണയെ തടയാനാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നിലവിൽ ഈ 3 സുപ്രധാന ശക്തികൾക്ക് നേരെ ഭീഷണിയുമായി അവർ വന്നിരിക്കുന്നത്. എന്നാൽ അവരുടെ പുതിയ നീക്കം ഒരുപക്ഷെ അവർക്ക് തന്നെ തിരിച്ചടിയായേക്കും എന്നാണ് പലരും വിലയിരുത്തുന്നത്. തുടർച്ചയായി ഇസ്രായേലി ബോംബാക്രമണ
ആക്രമണത്തിന്റെ തീവ്രതയിൽ ഇതിനകം തന്നെ രാജ്യം വലയുമ്പോൾ കൂടുതൽ പാശ്ചാത്യ ശക്തികളെ കൂടി സംഘർഷത്തിലേക്ക് ആകർഷിക്കാൻ ഇത് കാരണമാകും എന്നാണ് കരുതപ്പെടുന്നത്. അതിനിടെ വ്യോമയുദ്ധം 2ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഇറാൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആക്രമണത്തിന് ശ്രമിച്ചപ്പോൾ ഇസ്രായേൽ വിമാനങ്ങൾ ടെഹ്റാനിൽ ബോംബ് ആക്രമണം നടത്തിയതായാണ് മറുപടി നൽകിയത്. ഇതിന്റെ ആണവ പദ്ധതിയെ തകർക്കുവാനുള്ള ഇസ്രായേൽ ആക്രമണം കൃത്യമായ ആസൂത്രണത്തോടെ ഉള്ളതാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ഇറാൻ നടത്തിയ പ്രതികാര മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 3 പേരെങ്കിലും കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. സിവിലിയന്മാർക്ക് നേരെ ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടാൽ ടെഹ്റാൻ കത്തിയെരിയുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇറാന്റെ പരമോന്നത നേതാവായ പടിക്കിളവൻ ആ കാർന്നവർക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പുതിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുമായി ആണവ ചർച്ചകൾ തുടരുന്നത് ന്യായീകരിക്കാനാവില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രിയും പറയുന്നു. നിലവിലെ സാഹചര്യവും ഇസ്രായേലിന്റെ നീക്കങ്ങളും കണക്കിലെടുക്കുമ്പോൾ ചർച്ചകൾ ന്യായീകരിക്കാനാവില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ഖാജ കല്ലാസിനോട് അബ്ബാസ് അറിയിച്ചു. വാഷിംഗ്ടണിന്റെ അംഗീകാരത്തോടെയാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതെന്നും അതിനാൽ US-ഉമായുള്ള ചർച്ചകൾ അർത്ഥശൂന്യമാണെന്നും ഇറാന്റെ ഭാഷ്യം. മാത്രമല്ല, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള 6ാം റൗണ്ട് ചർച്ചകൾക്ക് പങ്കെടുക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം വ്യക്തമല്ല എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിലും വ്യക്തമാക്കി. നിലവിൽ പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം അതിരൂക്ഷമാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഒരിടവേളയ്ക്ക് ശേഷം മിഡിൽ ഈസ്റ്റ് വീണ്ടും ലോകശ്രദ്ധയിൽ വരികയാണ്. നിലവിലെ സാഹചര്യത്തിൽ എണ്ണവില അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോഴത്തെ സംഘർഷം കാര്യമായ മാറ്റം വരുത്തിയേക്കാം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്, എന്തൊക്കെയാണ് പറയുന്നത് എന്നൊന്നും നമുക്കറിയില്ല. എന്ത് വേണമെങ്കിലും കാണിക്കാം. കാരണം മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, മതത്തിലെ നല്ല കാര്യങ്ങളല്ല, അതിനെ ഇങ്ങനെ എന്താ പറയുക, മനുഷ്യരുടെ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ കുത്തിവെച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്ര വൃത്തികെട്ട ഒരു രാജ്യം ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയ്ക്ക് വൃത്തികെട്ട രാജ്യമായി ഇറാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടുത്തെ ജനങ്ങൾ പറയുകയാണ്, ഈ 85 വയസ്സായ പടുകിളവൻ ഒന്ന് മാറി തന്നാൽ, ഇയാളൊന്ന് ഇറങ്ങിപ്പോയാൽ ഞങ്ങൾക്ക് ജനാധിപത്യം മതി. ഇനി നെതന്യാഹു ജനാധിപത്യ സർക്കാരിനെ കൊണ്ടുവന്നാൽ ഞങ്ങളത് ഇരു കൈ നീട്ടി ഞങ്ങളത് സ്വീകരിക്കും, പൂർണ്ണ മനസ്സോടെ ഞങ്ങളത് സ്വീകരിക്കുമെന്നാണ് ഇറാൻ ജനത പറയുന്നത്. നെതന്യാഹു ഇറാൻ ജനതയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങൂ, എന്നിട്ട് ജനാധിപത്യ സർക്കാർ വേണമെന്ന് പറയൂ, ഈ മതഭീകരന്മാരെ അടിച്ചോട്ടിക്കൂ, ഇവന്മാർ എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ എന്ന് ഇസ്രായേലും ഇറാൻ ജനതയ്ക്ക് ധൈര്യം നൽകുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ കുറേ എണ്ണം കിടന്ന് ഇസ്രായേലിൻ്റെ നെഞ്ചത്ത് കയറുന്നത്. തെമ്മാടി രാജ്യം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇത്രമാത്രം ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഇന്ത്യയെ തകർക്കാനും 27 നിരപരാധികളുടെ ജീവൻ എടുത്തിട്ടും പാകിസ്ഥാൻ തെമ്മാടി രാജ്യമെന്ന് പറയാത്ത ചില 4 വോട്ടിന് വേണ്ടി വാളയാറിനപ്പുറം ഈ ശബ്ദം കേൾക്കില്ല എന്നുറപ്പുള്ള ചില ഇരട്ടച്ചങ്കുമില്ല പരട്ടച്ചങ്കുമില്ലാത്ത ചില ആളുകൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ നല്ലതും ഇസ്രായേൽ തെമ്മാടി രാജ്യവുമാണ് എന്നുള്ളത്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ജൂതന്മാരാണ്. ജൂതന്മാർക്കൊപ്പം തന്നെയാണ് ലോകം മുഴുവൻ. ഇറാൻ എന്ന് പറയുന്ന മതരാജ്യത്തെ അംഗീകരിക്കുന്ന കുറേ സുഡാപ്പികളും 4 വോട്ടിന് വേണ്ടി അവരെ അംഗീകരിക്കുന്ന കുറേ ഊളകളും മാത്രമാണ് ഉള്ളത്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനൊപ്പമാണ്, ഇന്ത്യ ഉൾപ്പെടെ ഉള്ളത്.